നേരത്തെ ഇട്ട വീഡിയോയുടെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ കഥ. പലരും കമന്റില് നെഗറ്റീവായിട്ടും നല്ലതായിട്ടും ചോദിച്ച കാര്യമാണ് പൊന്നൂൻ എന്തിനാ ഇത്ര ഒരുക്കമെന്ന്. സംഭവം ഞങ്ങളെ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ വിഷ്ണു ചേട്ടൻ ചെറിയൊരു ഫോട്ടോഷൂട്ടിന് വിളിച്ചു. അതിന്റെ പേരിൽ രണ്ട് സുന്ദരി കുട്ടികൾ രാവിലെ വന്ന് റെഡിയാക്കിയതാണ് ഈ ഒരു മേക്കപ്പ്. എന്തായാലും കല്യാണത്തിന്റെ റിസപ്ഷന് പോലും മേക്കപ്പും ഫോട്ടോഷൂട്ടും ഇല്ലാത്ത ഞങ്ങൾക്ക് ഈ ഒരു അവസരം വളരെ സന്തോഷമാണ്. അപ്പോൾ ഞങ്ങളുടെ ഷൂട്ട് പ്ലാൻ ചെയ്തത് കാപ്പിൽ ബീച്ചിൽ വെച്ചിട്ടാണ്. വളരെ കൃത്യനിഷ്ഠയുള്ള ഞങ്ങൾ 7 മണിക്ക് എത്താനുള്ള ഷൂട്ടിന് 8 മണിയായപ്പോഴേക്കും എത്തി. പിന്നെ ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സൈറ്റാണ് നമ്മുടെ കാപ്പിൽ ബീച്ച്. പിന്നെ ഫ്ലിപ്കാർട്ടിന്റെ ഓരോ ലീലാവിലാസങ്ങൾ കാരണം അവിടെ ഷൂട്ടിന് വന്ന പലരും യൂണിഫോം പോലെ ഈ ഡ്രസ്സായിരുന്നു. പിന്നെ സ്വന്തം വൈഫിന്റെ ഫോട്ടോ എടുക്കുന്നതിന് ലൈറ്റ് ബോയ് ആയിട്ട് അറിഞ്ഞങ്ങ് നിന്നു. എല്ലാവർക്കും ലൈഫിൽ ഓരോരോ ആഗ്രഹങ്ങൾ കാണും. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. മേക്കപ്പ് ചെയ്യാൻ വന്ന 2 കുട്ടികൾ മുതൽ ലൈറ്റ് ബോയ് ആയും ക്യാമറാമാനായും എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് അടിപൊളിയായിട്ട് ഒരു ഷൂട്ട് നടത്തി. ഈ ഒരു വർഷം ലൈഫിൽ ഇത്രയ്ക്ക് മാറ്റമുണ്ടായതിന് കാരണം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന നിങ്ങൾ എല്ലാവരുമാണ്. ഞങ്ങളങ്ങനെ പൊന്നൂൻ്റെ കുറച്ച് ഫോട്ടോ എടുത്തിട്ട് കുറച്ച് കപ്പിൾ ഫോട്ടോ എടുക്കാൻ ഇറങ്ങി. നമ്മുടെ CID മൂസ സിനിമയിൽ പറഞ്ഞ പോലെ എഴുതാനല്ലേ അറിയാവൂ, വായിക്കാൻ അറിയില്ല സാറേ എന്ന് പറഞ്ഞതുപോലെയാണ് എൻ്റെ അവസ്ഥ. ഫോട്ടോയ്ക്ക് പോസ് പറഞ്ഞു കൊടുക്കാൻ അറിയാം, സ്വന്തമായിട്ട് പോസ് ചെയ്യാൻ എനിക്കറിയില്ല. പിന്നെ കാലങ്ങളായി മാറ്റാത്ത കുറച്ച് പോസ് വെച്ചിട്ട് ഞാനൊരു കാച്ചങ്ങ് കാച്ചി. അങ്ങനെ ഞങ്ങളുടെ കലാവിരുന്നൊക്കെ കഴിഞ്ഞ് സെൽഫി എടുത്ത് നേരെ അവിടെ നിന്ന് തിരിച്ചു. ഷൂട്ടിന്റെ ക്ഷീണം കഴിഞ്ഞ് വിശന്ന് വലഞ്ഞ് വന്ന ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി നല്ല മസാല ദോശയും കഴിച്ചു. എന്നിട്ട് ഞങ്ങളുടെ കൂടെ വന്ന 2 കുട്ടികളോടും ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ നേരെ ലുലുവിലേക്ക് തിരിച്ചു. അപ്പൊ പൊന്നൂന്റെ കണ്ണിലെ ലെൻസിന്റെ രഹസ്യം ഇത്രയാണ്.